ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, എന്നെ കേൾക്കുന്ന ഏവരുമേ, വലിയ നോമ്പിലെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമായ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഗിരിപ്രഭാഷണം ഉൾപ്പെടുന്ന വേദഭാഗമാണ്. ഇവിടെ 5-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ യേശു പറയുകയാണ്, പഴയ നിയമങ്ങളും പ്രവാചകന്മാരെയും അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വന്നിരിക്കുന്നത് അവയെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഒരുപക്ഷെ നാം ചിന്തിക്കാം, പഴയ നിയമത്തിന്റെ ആവശ്യകതയുണ്ടോ? യേശുരാൻ പഴയ നിയമത്തിന് എതിരെയല്ലേ പറഞ്ഞതെന്നൊക്കെ നാം ചിന്തിക്കാം. അങ്ങനെയല്ല. യേശുവിന്റെ വാക്കുകളിൽ പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് യേശു ഈ ലോകത്തിൽ തന്റെ പ്രവർത്തനങ്ങളും സന്ദേശവും നൽകിയത്. പുതിയ നിയമത്തിലൂടെ പുതിയ അർത്ഥവും പുതിയ വ്യാപ്തിയും അവൻ നമുക്ക് നൽകി. പഴയ നിയമത്തിൽ മോശ കൽപ്പിക്കുന്നു, കൊല ചെയ്യരുത് എന്ന്. യേശു പറയുകയാണ്, കൊല്ലരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്ക പോലും അരുത് എന്ന്. സഹോദരനെ മൂഢ എന്ന് വിളിക്കരുത്, നീ അഗ്നിനരകത്തിന് യോഗ്യനാകും. സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനോട് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് യേശുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ നോമ്പിലെ സുബുക്കോന ശുശ്രൂഷയുടെ ഖോലോയിൽ ഇപ്രകാരം നാം പാടുന്നു, സോദരനെ പോ നീയും പിഴയാളി, ഓർക്കിൻ നിനക്കും മോചനമാവശ്യം. എത്ര അർത്ഥപൂർണമായിട്ടാണ് സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ശുഭകോന ശുശ്രൂഷ എന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണല്ലോ. നിരപ്പാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവരും സഹോദരന്മാരാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനാണ് യേശു പഠിപ്പിക്കുന്നത്. ആരെയും വിധിക്കുവാനോ ആരെയും കുറ്റം വിധിക്കുവാനോ ആരെയും പരിഹസിക്കുവാനോ നമുക്ക് അവകാശമില്ല. സ്നേഹത്തോടുകൂടി പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അടുത്ത ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ, നീ ബലി അർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിൽ ബലിപീഠത്തിൽ എത്തുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് നിനക്ക് അവിടെ വെച്ച് തോന്നിയാൽ, നീ ബലിവസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് ആദ്യം സഹോദരനോട് രമ്യമായിട്ട് പിന്നീട് ബലി അർപ്പിക്കണം എന്ന്. ബലി ശത്രുതയിലാകരുത്. ബലി നിഷ്കളങ്കമായിട്ട് ആയിരിക്കണം. ബലി സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി സ്നേഹത്തോടും കൂടി ആയിരിക്കണം ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. കൊത്തനെ വെള്ളിയാഴ്ചയുടെ സന്ധ്യാനമസ്കാരത്തിന്റെ സദറായിൽ ഇപ്രകാരം പറയുന്നു, നോമ്പ് ഞങ്ങളുടെ വായ്ക്ക് കാവലായിരിക്കണമേ, വ്യർത്ഥ സംഭാഷണങ്ങൾക്ക് പകരം വെടുപ്പും വിശുദ്ധിയുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾ പഠിക്കുമാറാകണമേ. അപ്രകാരം നമുക്ക് ഈ വലിയ നോമ്പിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.